രാവിലെ 9:30-യോടെയായിരുന്നു സംഭവം. സീവേജ് പൈപ്പ് ലൈൻ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് താഴുകയായിരുന്നു. രണ്ടുപേരാണ് മണിക്കൂറുകളോളം ജീവനായി മല്ലടിച്ചത്. ഉടൻ തന്നെ നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. കൂടുതൽ മണ്ണിടിഞ്ഞ് വീഴാതെ ഇരിക്കാൻ പലകകൾ അടുക്കി. വീണ്ടും മണ്ണ് വീണത് രക്ഷാപ്രവർത്തനത്തെ ദുർഘടമാക്കി. 20-ലധികം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചത്. ആദ്യ 2 മണിക്കൂറിനുള്ളിൽ തന്നെ പോത്തൻകോട് ഐരൂപ്പാറ സ്വദേശിയായ വിനയനെ രക്ഷപ്പെടുത്തി. എന്നാൽ ഇയാൾക്കൊപ്പം മണ്ണിനടിയിൽപ്പെട്ട ബീഹാർ സ്വദേശിയായ ദീപകിന്റെ അവസ്ഥ കൂടുതൽ രൂക്ഷമായി. രക്ഷാദൗത്യത്തിന് വിലങ്ങുതടിയായി നിർമ്മാണ കമ്പികൾ അടക്കമുള്ളവയും വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയും. വേറെ യന്ത്രങ്ങളുടെ സഹായം നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചു. കാരണം ഈ വയൽ പ്രദേശമായതുകൊണ്ട് ഇവിടെ മൊത്തം ഈ ഊറ്റുള്ള സ്ഥലമായതുകൊണ്ട് മണ്ണിടിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സമാന്തരമായിട്ട് ഹിറ്റാച്ചി ഉപയോഗിച്ച് ഒരു സൈഡിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട് ഞങ്ങളുടെ കൈ ഉപയോഗിച്ച് മൺവെട്ടി അതുപോലെ ചെറിയ ടൂൾസൊക്കെ വെച്ചിട്ട് കൈക്ക് പതിയെ കുറച്ച് മണ്ണ് മാറ്റി അദ്ദേഹത്തിൻ്റെ ഹിപ്പ് വരെ എത്തിയിട്ട് ഞങ്ങൾ വലിച്ചു കയറ്റുകയാണ് ചെയ്തത്. സ്ഥലത്ത് തന്നെ വൈദ്യസഹായം നൽകി. ഒടുവിൽ 4 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ദീപകിനെ രക്ഷപ്പെടുത്തിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.